അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇഖ്തിയാരി മൊഡ്യൂൾ ഓപ്ഷണൽ മൊഡ്യൂൾ സെക്കൻഡിലേക്ക് ബിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അതിൽ ആദ്യമായി പറയുന്നത് ഫീച്ചറിനെ കുറിച്ചാണ്. ഫീച്ചർ റേറ്റിംഗ് സാധാരണ നമ്മുടെ ഹൗസിങ്ങിലൊക്കെ മത്സരത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ. ആ ഫീച്ചർ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിനെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏക് ഹൽക്കെ ഫുൽക്കെ ബയാനിയ മസ്മൂൻ കോ ഫീച്ചർ കഹത്തെ ഹെ. ഒരു നേരിയ വിധത്തിൽ ഒരു വിശദീകരണാത്മകമായിട്ടുള്ള ഒരു ലേഖനത്തെയാണ് ഫീച്ചർ എന്ന് പറയാറുള്ളത്. कोई शे फ़र्द इदारा समाजी रस्मो रिवाज ഫീച്ചർ കാ മൗസൂ ഹോ സക്താ ഹെ. വല്ല വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതുപോലെ സാമൂഹിക പരിപാടികൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഫീച്ചർ കാ മൗസൂ ഹോ സക്താ ഹെ. ഫീച്ചർ എന്നതിൻ്റെ വിഷയമാക്കി എടുക്കാവുന്നതാണ്. അഖ്ബാർ റിസാലോं में भी रोज़ ही खबरें शाये होती रहती हैं. इन खबरों का आम ज़िंदगी पर क्या असर पड़ता है, आवाम का क्या रद्द अमल होता है, इन खबरों और वाक़यात से अवामी की उम्मीदों, आरज़ों, रंजो गम का क्या ताल्लुक़ है, इन वाक़यात के पीछे जो अवामिल कार फरमा है उनसे वाकिफ़ होकर पढ़ने वालों को किस तरह इत्मीनान होता है, उन्हें बातों को मखसूस और हल्के फुल्के अंदाज में फीचर में पेश किया जाता है. ദിനേന പത്രവാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളിൽ അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു, എങ്ങനെയാണ് അതിനോട് അവർ പ്രതികരിച്ചത് എന്നതെല്ലാം ചില പ്രത്യേക വാക്കുകളിലായിട്ട് കോർത്തിണക്കിക്കൊണ്ട് കൊണ്ടുവരുന്നതാണ് ഫീച്ചർ. ഫീച്ചർ കാ ഉൻവാൻ ആം തൗർ സെ പുർകശിശ് ഓർ ദിൽ കോ ഛൂനെ വാല ഹോത്താ ഹെ. സാധാരണഗതിയിൽ ഒരു ഫീച്ചർ എന്നാൽ ഹൃദയത്തെ ആകർഷിക്കുന്നതായിരിക്കണം, വല്ലാതെ ഇമ്പം കൊള്ളുന്നതായിരിക്കണം. പിന്നെ കബി കബി ഫീച്ചർ കോ അഖ്ബാറോं में सफ़हे अव्वल पर ही जगह मिल जाती है. ചില ഫീച്ചറുകൾക്ക് സാധാരണ പത്രങ്ങളിൽ ചില സമയങ്ങളിൽ ഫീച്ചറുകൾക്ക് ആദ്യ പേജിൽ തന്നെ ഇടം ലഭിക്കാറുണ്ട്. പിന്നെ നിങ്ങളിന്ന് ധാരാളം ഇത്തരത്തിലുള്ള വായിച്ചിട്ടുണ്ടാകും, ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത് ഇസ്ഹാറെ ബയാൻ കെ തനവ്വു കെ ബാദ് ഭി മൗസൂ കെ ബയാൻ മേ ഏക് അന്തറൂനി തസൽസുൽ ഭി രഹ്താ ഹെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതാണെങ്കിൽ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ, ആ വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിലെ ഭാഷകൾക്കുള്ളിൽ ഒരു തസൽസുല്, ഒരു കോർവ നന്നായിട്ട് ലഭിച്ചതായിട്ട് മനസ്സിലാകും. അത് അവസാനിക്കുമ്പോഴേ നമുക്ക് എന്താകുള്ളൂ, മനസ്സിലാകുള്ളൂ. ഫീച്ചർ കെ ലിയെ ഇഖ്തിസാർ ഭി ജറൂരി ഹെ. ഇനി ഫീച്ചറിനെ കുറിച്ച് പറയാനുള്ളത്, ഫീച്ചർ വളരെ ചുരുങ്ങിയ വാക്കുകളിലായിരിക്കണം. റിവാലത്ത് ഫീച്ചർ കോ ബേമസ കർ ദേത്തി ഹെ. വല്ലാതെ ആവശ്യമില്ലാതെ കുറേ വിശദീകരണങ്ങൾ കൊടുക്കുന്നത് അത് ഫീച്ചറിന് യോജിച്ചതല്ല. ഫീച്ചർ ജിത്നാ ഹി മുഖ്തസർ ഹോഗ ഇത്നാ ഹി പുർ അസർ കരേഗ. അപ്പോൾ ഇതിൽ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ മുഖ്തസർ ആയിരിക്കണം. എത്രമാത്രം മുഖ്തസർ ആകുന്നു അത്രമാത്രം മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിക്കുന്നതായിരിക്കണം. പിന്നെ ഫീച്ചർ മേ एक ही बात पर पूरी तवज्जो सर्फ की जाती है. ഒരേ വിഷയത്തിന് അധിഷ്ഠിതമായിട്ട് പൂർണ്ണ ശ്രദ്ധ അതിൽ മാത്രം അധിഷ്ഠിതമാക്കി. यानी एक ही ख्याल को निखार और उभारा जाता है. ഒരേ ചിന്തയെ അതിനെങ്ങനെ കുഴിച്ചെടുത്ത് അതിനെങ്ങനെ മാന്തിയെടുത്ത് അതിനെ പുറത്തെടുക്കലാണ് ഇതിൻ്റെ പതിവ്. ഇസ്കാ ഏക് അലഗ് മിസാജ് ഹോത്താ ഹെ. ഇതിനൊരു പ്രത്യേക ഒരു ശൈലി തന്നെ ഇതിനുണ്ട്. ഫീച്ചർ കെ ലിയെ മൗസൂആത്ത് ഭി അലഗ് സെ ഹോത്തെ ഹെ. ഒരു എസ്സേ എന്നതിലുപരി, ഒരു ലേഖനം എന്നതിലുപരി ഫീച്ചറിന് അതിൻ്റേതായ ചില മൗസൂആത്ത് തന്നെയുണ്ട്. ആംതൗർ പർ ഹർ ഇസ് ഉൻവാൻ പർ ജിസ് പർ മസ്മൂൻ ലിഖ്തേ ഹെ ഫീച്ചർ നഹീ ലിഖ് സക്തേ. മസ്മൂൻ, ഒരു ലേഖനം ഏതൊക്കെ വിഷയത്തിൽ എഴുതാമോ അതിലെല്ലാം ഫീച്ചർ എഴുതാൻ സാധിച്ചോളണമെന്നില്ല. എന്നാൽ ഫീച്ചർ എഴുതാൻ സാധിക്കുന്ന അതുപോലെ തന്നെ ഉസ്കെ ബർ ഖിലാഫ് കുച്ച് മൗസൂആത്ത് ऐसे रहते हैं जिस पर फीचर तो लिख सकते हैं लेकिन मजमून नहीं लिख सकते. എന്നാൽ ചില വിഷയങ്ങളുണ്ട് അത് ആ വിഷയത്തെക്കുറിച്ച് ഫീച്ചർ
മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ, മസ്മൂനി എഴുതാൻ സാധിക്കുകയില്ല. അങ്ങനെയുമുണ്ട്. ദറഅസൽ മസ്മൂൻ മാലൂമാതി അദബ് കാ ഹിസ്സ ഹൈ ജബ്കെ ഫീച്ചർ ഹൽക്ക ഫൽക്ക അദബ് കഹലാത്ത ഹൈ. അപ്പോൾ മസ്മൂൻ എന്നത് അതൊരു ഇൻഫോർമേറ്റീവാണ്. ഒരു എസ്സേ എന്ന് പറഞ്ഞാൽ ഒരു വൈജ്ഞാനികമാണ്, ഒരു വിജ്ഞാനം ആണ് അതിൽ മെയിൻ. എന്നാൽ ഒരു ഫീച്ചർ എന്നാൽ അതിലെ സാഹിത്യമാണ് അതിൽ മെയിൻ എന്ന് നമുക്ക് വ്യത്യാസം പറയാം. इसमें मालूमात के बोझ से कारी बोझल नहीं होता, बल्कि वो फीचर पढ़ते वक्त ताजगी महसूस करता है. അപ്പോൾ കുറേ ഇൻഫോർമേഷൻസ്, കുറേ വിവരങ്ങൾ അതിങ്ങനെ പകർന്നു കൊടുക്കുന്നതിന് പകരം അങ്ങനെ ഒരു കുറേ വിവരങ്ങളുടെ ഒരു ഭാണ്ഡം ഇതിലുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ വായനക്കാർക്ക് ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. कोई भी मजमून अमूमन हक़ाइक़ का मजमूआ होता है. ഏതൊരു മസ്മൂനാണെങ്കിലും ഏതൊരു ലേഖനമാണെങ്കിലും അത് ചില ഹഖായിഖുകൾ, വാസ്തവങ്ങൾ, ഫാക്റ്റുകൾ ഒരുമിച്ച് കൂട്ടിയതായിരിക്കും. കിസി സഞ്ജീത മസ്അല പർ ബഹസ് ഹോത്തി ഹെ. ഒരു ഗൗരവകരമായ വിഷയത്തിലായിരിക്കും എന്തുണ്ടാവുക മസ്മൂൻ ഉണ്ടാവുക, എസ്സേ ഉണ്ടാവുക. ദലീലും പേഷ് കി ജാത്തി ഹെ. അതിൽ കുറേ തെളിവുകളും ഖണ്ഡനങ്ങളും ഒക്കെ ഇതിലുണ്ടാകും. ഫൽസഫ ബയാൻ കിയാ ജാത്ത ഹെ. ഫിലോസഫിയും അതിൽ പറഞ്ഞേക്കാം. ആലിമാൻ ഓർ ഗഹരിയോ സഞ്ജിത ബാത്തെ ഹോത്തി ഹെ. വളരെ ഗൗരവകരമായ, നല്ല ആഴത്തിലിറങ്ങിയ പണ്ഡിതോചിതമായ സംസാരങ്ങളാണ് അതിലുണ്ടാകുക. മാത്രമല്ല റസ്മി അന്താസെ ബയാൻ ഹോത്താ ഹെ. ഇത് പ്രത്യേകമായിട്ടുള്ളൊരു പോയിന്റാണ്. ഇത് ഒഫീഷ്യൽ സ്റ്റൈലാണ് എസ്സേക്ക് ഉപയോഗിക്കുക. ഫീച്ചർ में इतनी गहरी और आलिमाना बातें नहीं होती. എന്നാൽ ഫീച്ചറിലാണെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളല്ല, ഇങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ സംസാരമല്ല ഫീച്ചറിൽ ഉണ്ടാക്കുക. ഫീച്ചർ में किसी बात की तारीफ भी हो सकती है. എന്തിനെ കുറിച്ചും പറയാം. ഇത്റാസ് भी हो सकता है. അതിൽ എതിർപ്പുകൾ ഉണ്ടാകാം, ഒരാളുടെ എതിർപ്പും അതിൽ വരാം. ലേക്കിൻ इसका खास ख्याल रखा जाता है कि कारी ഫീച്ചർ പഠിക്കർ ബേജാർ न हो. പക്ഷേ ഒരു ഫീച്ചർ വായിച്ചിട്ടും ഒരാൾക്കും ഇങ്ങനെ ബേജാറാകേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. फीचर लिखते वक्त इसका ध्यान भी रखा जाता है कि फीचर किस किस्म के कार्य के लिए लिखा जा रहा है. ഒരു ഫീച്ചർ രചിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ജനങ്ങളാണ് ഇത് വായിക്കപ്പെടേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ईद पर अगर ईद न मनाने वालों के लिए फीचर लिखा जाता है तो उसमें वो नुकात और तफसीलात शामिल किए जाएंगे जो ईद मनाने वाले कार्य से मुख्तलिफ होंगे. അപ്പോൾ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്ന ദിനത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ചില കൂട്ടരുണ്ട്. അവരെ കുറിച്ചാണ് ഫീച്ചറുകൾ തയ്യാറാക്കേണ്ടത് എങ്കിൽ അപ്പോൾ അവരെക്കുറിച്ചുള്ള പോയിന്റുകളാണ് അവരുടെ മനസ്സിന് ഇമ്പം കൊള്ളുന്ന, അവർ വ്യതിരക്തമാകുന്നത് എന്തൊക്കെ കൊണ്ടാണ് എന്നതൊക്കെയാണ് അതിൽ വിശദീകരിക്കേണ്ടത്. ഫീച്ചർ के लिए मौज़ूआत बेशुमार हो सकते हैं, जैसे तहकीकात, फैशन, मौसमियात, टेलीविज़न प्रोग्राम, मुख्तलिफ पेशे से जुड़े हुए लोग, मोटर कार, डाक टिकറ്റ്, ബാഗ്ബാനി വഗേറ വഗേറ. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട് ഇതിൽ. ഫാഷൻ, പിന്നെ അതുപോലെ സീസണൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ടെലിവിഷൻ പ്രോഗ്രാമുകൾ, അങ്ങനെ പല ജോലിയുമായി വ്യാപൃതരാകുന്ന ആളുകളും ഇതിനോടൊക്കെ ബന്ധപ്പെട്ട പല ഫീച്ചറുകളും രചിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പറയുകയാണ്, ഗറസ് ये कि आसमान और ज़मीन के दरमियान की किसी भी चीज़ को फीचर को मौजू बनाया जा सकता है. എന്ത് വിഷയത്തെ വേണമെങ്കിലും നമുക്കതിനെ ഫീച്ചറായിട്ട് കൊണ്ടുവരാവുന്നതാണ്. इसके लिए तेज़ क़ुव्वत मुशाहदा, वसी तजुर्बात और मालूमात की ज़रूरत है. ഗാഢമായ അനുഭവങ്ങളാണ് ഇതിൽ അത്യാവശ്യമായത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഒരു മോഡൽ കാണിക്കാണ്ട് അത് നിങ്ങൾ PDF നിന്ന് വായിച്ചുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതോടുകൂടെ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക്, ഓപ്ഷണൽ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അഖ്ബാരി ഇൻ്റർവ്യൂ, ജേണൽ ഇൻ്റർവ്യൂകളെ കുറിച്ചാണ്. സാധാരണയായിട്ട് നമ്മളൊക്കെ കാണുന്നതാണ് പത്രങ്ങളിൽ, മാഗസിനുകളിൽ, അതുപോലെ ചാനലുകൾക്ക് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂകൾ നടത്തപ്പെടാറുണ്ട്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം എന്തായിരിക്കും? ഇത് തന്നെ किसी मसले या वाक़ये से मुतालिक अहम शख्सियतों या मुंतखब अफराद के ख़यालात जानने के गरज से जो बातचीत उनसे होती है उसे इंटरव्यू कहते हैं. ഒരു വ്യക്തിയോട്, ഒരു സംഭവത്തിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് അതുമായി ബന്ധപ്പെട്ട തൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ള വിവരങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് ഒരാളുടെ സംഭാഷണം നടക്കുന്നു. അതാണ് ഇൻ്റർവ്യൂ, അഖ്ബാരി ഇൻ്റർവ്യൂ എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അത് എന്താവാം, എഡിറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു കവിയാകാം, സാഹിത്യകാരനാവാം, സയൻറ്റിസ്റ്റ് ആകാം, അല്ലെങ്കിൽ വലിയൊരു ശാസ്ത്രജ്ഞനാവാം, അത്തരത്തിലുള്ള ഒരു പൊളിറ്റീഷ്യനാവാം. അങ്ങനെ പ്രധാനികളായ ആളോടുള്ള ഈ സംഭാഷണം, അതിനെയാണ് നമ്മൾ അഖ്ബാരി ഇൻ്റർവ്യൂ എന്ന് വിളിക്കുന്നത്. ഇനി മക്കാസിദ് കെ എത്തിബാർ സെ ഇൻ്റർവ്യൂ की 3 किस्में हैं. ഇൻ്റർവ്യൂ അതിൻ്റെ ഉദ്ദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ 3 ഇനങ്ങളാക്കി എടുക്കാം. ഇൻ്റർവ്യൂ ബറായെ ഹക്കായിക്ക്. എന്താണ് ഇൻ്റർവ്യൂ ബറായെ ഹക്കായിക്ക് എന്ന് പറഞ്ഞാൽ, ചില പോയിന്റ്സ് മാത്രം വായിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. कोई वाक़या वारदात हो जाने पर सहाफ़ी बाद में मौके पर पहुंचकर चश्मे दीद गवाहों से राबिता कायम करता है और का से शुरू होने वाले चंद सवालात की रोशनी में उनसे गुफ्तगू करता है. അപ്പോൾ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായ ആളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഈ സംഭവത്തെ കുറിച്ച് എന്തുകൊണ്ട്, എന്താണ്, ഇങ്ങനെ ക്യൂ, കൈസെ, ക്യാ ഹുവ, ഇത്തരത്തിലുള്ള കാഫ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, WHO ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, ഇങ്ങനെ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു. അതാണ് ഇൻ്റർവ്യൂ ബറായെ ഹക്കായിക്ക്. അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ സംഭവം യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കലാണ്. അപ്പോൾ ഹക്കായിക്ക് ഫാക്റ്റ് മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ किसी ख़ास वजह से ख़बरों में आ जाता है तो मुताल्लिक़ा मामले में उसे नुक़्ते नज़र से लोगों को आगाह करना ज़रूरी हो जाता है. പിന്നെ इस्तेमाल करने की इजाज़त भी तलब करनी पड़ती है. അപ്പോൾ നാം പത്തെ ദർജ് കർണേക്ക് ജറൂറത്ത് ഹോത്തി ഹെ ബൽക്കി ഉൻകെ നാം ഇസ്തേമാൽ കർണ. ഇങ്ങനെ ഒരു സംഭവത്തിന് അധിഷ്ഠിതമായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഇത് ആരാണ് എന്നുള്ള ഒരു വിശദീകരണം, ഇന്നാലിന നാട്ടിലെ ഇന്നാലിന കോയാക്ക, ഇദ്ദേഹം ഇന്നാലിന നാട്ടിലെ പള്ളിൻ്റെ സെക്രട്ടറി ആകുന്നു എന്നുള്ള ഒരു വിശദീകരണം കൊടുക്കൽ അത്യാവശ്യമാകുന്നു. ഇനി അടുത്തത് ഇൻ്റർവ്യൂ ബറായ റായ്. എന്താണ് ഇൻ്റർവ്യൂ ബറായ റായ്? ആ വാക്കിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു അഭിപ്രായം തേടലാണ്. कोई इत्तला मिल जाने पर मुताल्लिका हुक्काम और ऑफिसरों की राय जानने की भी ज़रूरत पेश आती है. मसलन किसी बड़ी सियासी तब्दीली, नई ईजाद, साइंसी तजर्बे पर माहिरीन की राय की बड़ी अहमियत होगी. അപ്പോൾ വലിയൊരു ന്യൂക്ലിയർ ഒരു അണുവിസ്ഫോടനത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ്. ആ നേരത്ത് അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം, അതിനെക്കുറിച്ചുള്ള ഒരു എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകളോട്, നിലവിലുള്ള ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകളോട് അല്ലെങ്കിൽ ലോകത്തിലെ സയൻറ്റിസ്റ്റുകളോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ മറ്റു പല വാർത്തകളും കിട്ടിയത് അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഹൈക്കോടതി ഒരു വാർത്ത പുറപ്പെടുവിച്ചു, ബാബരി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾ നിഷ്പക്ഷരായ ചില ആളുകൾ വിളിക്കുന്നു, അവർ എന്താണ് അവരുടെ അഭിപ്രായം എന്ന് അന്വേഷിക്കുന്നു. അതാണ് ഇൻ്റർവ്യൂ ബറായ റായ്. കോർട്ടിൻ്റെ അഭിപ്രായത്തെ എങ്ങനെ കാണുന്നു എന്നവരോട് അന്വേഷിക്കുന്നു. ഷഖ്സി ഇൻ്റർവ്യൂ അഥവാ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും ഒരു ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് എന്താണെന്ന് ഇവിടെ വിശദീകരിക്കാം. अहम शख्सियतों के इंटरव्यू पहले सिर्फ रोज़नामों में शाये होते थे, लेकिन अब हफ्ते रोज़ों और सालों में भी इस तरह के इंटरव्यൂ शाये होने लगे हैं. അത് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞാണ്. അഥവാ ആദ്യങ്ങളിലൊക്കെ പേഴ്സണൽ ഇൻ്റർവ്യൂകൾ ഡെയിലി ദിനപത്രങ്ങൾ മാത്രമേ പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് വീക്കിലികളിലും മന്ത്ലികളിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങി. കാരണം ഇതിൻ്റെ വായനക്കാർക്ക് ഇതിനോട് വല്ലാത്ത താല്പര്യം ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ आमतौर से ऐसे इंटरव्यू मुताल्लिका शख्सियत की नुमायां तस्वीर के साथ शाये किए जाते हैं. कभी कभी शख्सी इंटरव्यू बाज़ ऐसे लोगों से लिए जाते हैं जो अचानक शोहरत हासिल करते हैं. അപ്പോൾ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ഒരാളെ വിളിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ടാകും. അദ്ദേഹം ചിലപ്പോൾ പെട്ടെന്ന് വല്ല കാരണങ്ങളാലും പ്രസിദ്ധി നേടിയതായിരിക്കാം.
അഥവാ ഹിമാലയ കീഴടക്കി, അങ്ങനത്തുള്ള ചില ഉദാഹരണങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ शख्सी इंटरव्यू बाज़ आम अफराद के भी लिए जा सकते हैं, जैसे मौत के कुएं में साइकिल चलाने वाला शख्स. അപ്പോൾ ചില രസകരമായ പേഴ്സണൽ ഇൻ്റർവ്യൂകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നല്ല സർക്കസ് മാജിക്കുകാരന്. ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മരണക്കിണറിൽ സൈക്കിൾ ഓടിക്കുന്ന ഒരാൾ, അയാൾ അനുഭവങ്ങൾ, അതൊക്കെ രസകരമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ ഇതൊക്കെ ഉണ്ടാവാം. എന്ത് സംഭാഷണങ്ങൾ, ഇൻ്റർവ്യൂകൾ ഉണ്ടാവാം. ഇനി ഇൻ്റർവ്യൂ ലേനേക്കാ ത്വരീക്ക, എങ്ങനെയാണ് ഇൻ്റർവ്യൂ എടുക്കേണ്ടത്? നാമാനികാരി അഥവാ ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടോ. നാമാനികാരിക്ക് ത്വറ ഇൻ്റർവ്യൂ ലേന ബി സഹാഫിയ ഫൻഹെ. ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതും ഒരു ജേർണലിസത്തിൻ്റെ അതിൽപ്പെട്ട ഒരു കലയാണ്. പിന്നെ എന്നാൽ ഇൻ്റർവ്യൂ के अलग अलग तरीके अपनाता है. हर नामा निगार मौका के मुनासिबत से ഇൻ്റർവ്യൂ के अलग अलग तरीके अपनाता है. സന്ദർഭോചിതമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ ശൈലി അതിന് സ്വീകരിക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? അത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ, ആ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ ബുദ്ധിക്കനുസരിച്ചാണ്. അയാൾ ട്രിക്ക് പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല നല്ല കുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പരമാവധി അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. किसी भी शख्स से रस्मी इंटरव्यू लेने से पहले उसके बारे में जितनी मालूमात मिल सकती हैं वो जमा कर ली जाएं. ഒരു വ്യക്തിയെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഒഫീഷ്യൽ ഇൻ്റർവ്യൂ നടത്താൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പരമാവധി കിട്ടുന്ന വിവരങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയേണ്ടത് മിസാജ് കാ അന്താസ ഹോ ജാത്ത ഹൈ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പിന്നെ സഹാഫി കംസെ കം ബോലെ ഓർ മുതഅല്ലിക ശഖ്സ് കോ ബോൽനെ കാ മൗഖ സിയാദ ദിയാ ജായെ. ഇതിൻ്റെ ഇടയിലുള്ള ഓരോ ജുംലകളാണ് കേട്ടോ, ഞാനിങ്ങനെ വായിച്ച് വിടുകയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇൻ്റർവ്യൂകൾ എല്ലാ സമയത്തും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ കുറഞ്ഞ് സംസാരിക്കുകയും ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആരോടാണോ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നവർ അദ്ദേഹം വിശദീകരിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടാകേണ്ടത്. ഈ അവസരത്തിൽ ഞാൻ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള ഒരു ഇൻ്റർവ്യൂ ആലോചിക്കുകയാണ്. വളരെ രസകരമായിട്ട് വന്ന, നല്ല വാട്സപ്പിലൊക്കെ ഓടിയിരുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അഥവാ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ കുറേ വിശദീകരിച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ബാബരിയെക്കുറിച്ചുള്ള മറിച്ചും പല ചോദ്യങ്ങളിങ്ങനെ ചോദിക്കുന്നു. ധാരാളം വാക്കുകളെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ തങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് തങ്ങൾ മറുപടി പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. അത് യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂയുടെ ശൈലിയെ അത് പൊളിച്ചു കളയുന്നതാണ് തങ്ങളോടുള്ള ആ ഇൻ്റർവ്യൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഉണർത്താൻ കാരണം. പിന്നെ इंटरव्यू में बातचीत का सिलसिला दोस्ताना माहौल में आगे बढ़ना चाहिए. ഈ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പരസ്പരം ഒരു ഡിബേറ്റ്, ഒരു സംവാദം എന്ന രീതിയിലല്ല, ഫ്രണ്ട്ലി ആയിരിക്കണം പരസ്പര സംവാദങ്ങൾ. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ജവാബ് ദേനമേ കോയി ബോജ് മഹസൂസ് കരെ. ഇങ്ങനെ മറുപടി കൊടുത്തതിൽ വല്ല പ്രയാസവും തോന്നുക, ഇങ്ങനെ മറുപടി പറഞ്ഞത് ബുദ്ധിമുട്ടായി പോയല്ലോ എന്ന് മറുപടി കൊടുക്കുന്ന ആൾക്ക് തോന്നിപ്പോകാനേ പാടില്ല. अगर इंटरव्यू लेने वाले की तवक्को पर इंटरव्यू पूरा न उतरे तब भी इंटरव्यू लेने वाला अपनी बेचैनी का इजहार न करे. ഇനി ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾക്ക് ഉദ്ദേശിച്ചത്ര പെർഫോം ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ടത്ര ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഉത്തരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതില്ല എങ്കിലും അദ്ദേഹം അത് കാരണത്താൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അസ്വസ്ഥത അവിടെ പ്രകടിപ്പിക്കാനേ പാടില്ല. जवाबात के दरमियान दिलचस्पी कायम रखने के लिए मुख्तलिफ नौइयत के सवालात करता रहे. മറുപടികൾ എപ്പോഴും ഒരു ഇൻട്രസ്റ്റീവായി തീരാൻ ചോദ്യത്തിൻ്റെ ശൈലിയിൽ എപ്പോഴും മാറ്റം വരുത്തേണ്ടതുണ്ട്. താക്കെ എക്സാനിയത്ത് की वजह से उकताहट न पैदा हो.
ഒരേ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അത് മറുപടി പറയുന്ന ആൾക്ക് ഒരു മടുപ്പുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വ്യത്യസ്ത ടൈപ്പിലാക്കിയിട്ട് ചോദിക്കുക. ഇനി ഇൻ്റർവ്യൂ നവേസി, എങ്ങനെയാണ് ഇൻ്റർവ്യൂ എഴുത്ത്? इंटरव्यू लेने वाला ही अपने नोट्स की मदद से इंटरव्यू तैयार करता है. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്ത ആൾ തൻ്റെ നോട്ട് തയ്യാറാക്കിയത് പ്രകാരമാണ്. ഖബറോं की तरह इंटरव्यू में भी इब्तिदाइया की अहमियत सबसे ज़्यादा है. ഇതിലും ഒരു ഇബ്തിദായിയ അല്ലെങ്കിൽ ഒരു തംഹീദ്, ഒരു ആമുഖം, അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. जो बात इंटरव्यू में अहम तरीन है उसी को पहले पैराग्राफ में लिखा जाएगा. ഈ ഇൻ്റർവ്യൂവിലെ പ്രധാന ഭാഗങ്ങൾ അത് ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. इंटरव्यू सवाल व जवाब की शक्ल में भी तहरीर किया जाता है और मुसलसल इबारत में भी. ഒരു ഇൻ്റർവ്യൂ എന്നത് ചോദ്യോത്തരങ്ങൾ മാത്രമേ ആവാൻ പാടുള്ളൂ എന്നില്ല. ഒരു മുസൽസലായിട്ടുള്ള ഇബാറത്ത്, തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ എത്തരത്തിലായിരുന്നു എന്നുള്ളത് അതൊരു കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് എഴുതിയാലും അതും ഇൻ്റർവ്യൂ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ज़रूरी नहीं कि वो हर वो बात तहरीर में लाई जाए जो इंटरव्यू के दरमियान कही गई हो. ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറയുന്ന എല്ലാ സംസാരങ്ങളും അത് നമ്മൾ ഇൻ്റർവ്യൂ എഴുത്തിലായിട്ട് മാഗസിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് എഴുതണം എന്നില്ല. ഇൻ്റർവ്യൂ ദേനെ വാലിനെ കോൺസി ബാത് ജോർ ദേക്കർ കഹി ഉസ്കി ഭി നിശാൻദഹി കർണി ചാഹിയെ. അപ്പോൾ ഇൻ്റർവ്യൂ ആരോടാണ് നടത്തുന്നത്? ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ ഊന്നൽ നമ്മുടെ എഴുത്തിൽ കൊടുക്കണം. എന്നാലേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ആ ഉദ്ദേശം, എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് ഈ പാഠം. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആപ്നെ ക്യാ സീഖ എന്നുള്ളൊരു പോർഷൻ അതൊക്കെ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.